ഹലോ, മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയുള്ള ഒരു ട്രെയിനിൻ്റെ നീളം 250 മീറ്ററാണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ ഇതിന് എത്ര സമയം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമയമാണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. നമുക്കറിയാം, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ടൈം ഫൈൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ നോക്കി, ഇവിടെ കിലോമീറ്ററും മീറ്ററുമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കിലോമീറ്ററിന് മീറ്ററിലേക്കാക്കാൻ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്യണം. നോക്കി, നേരെ തിരിച്ചും മീറ്ററിന് കിലോമീറ്ററിലേക്കാക്കാൻ 18/5. നോക്കി, ടൈമിൻ്റെ ഇക്വേഷൻ വന്നിട്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് 250 മീറ്റർ എന്നുള്ളത്, ബൈ സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ ആണ്. സോ അതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇൻറ്റു 5/18. ഇവിടെ നോക്കി, 5/18 18 മേലേക്ക് പോകും. അപ്പോൾ 250 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 5. ഓക്കെ അല്ലേ? നോക്കി, ഇനി ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യാം. 5ഉം 25ഉം കൂടെ പോകും. 50 ഇൻറ്റു 80/60 ആവും. അതുപോലെ 18ൽ 6 പോകും, 3 ടൈംസ് പോകും. 0 കട്ട് ചെയ്ത് കളയാം. 18ൽ 6 3 ടൈംസ്. റിമൈനിങ് വരുന്നത് 5 ഇൻറ്റു 3 ആണ്. അപ്പോൾ 15 സെക്കൻഡാണ് ഇവിടെ എടുക്കുന്ന സമയം. ഒരു ഇലക്ട്രിക് പോസ്റ്റ് കടന്നു പോകാൻ 250 മീറ്റർ നീളമുള്ള ട്രെയിൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 15 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കിലോമീറ്ററിന് മീറ്ററിലേക്കാക്കാൻ 5/18. തിരിച്ചാണെങ്കിൽ മീറ്ററിന് കിലോമീറ്ററിലേക്കാണെങ്കിൽ 18/5. ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് കിലോമീറ്ററിലേക്കാക്കണോ മീറ്ററിലേക്കാക്കണോ എന്ന് നോക്കാം.